മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ വേർപിരിഞ്ഞ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് മകൾ മീനാക്ഷി എന്തുകൊണ്ട് ദിലീപിനൊപ്പം ഉണ്ടായി. ആ വീട്ടിൽ നിന്ന് മഞ്ജു ഇറങ്ങിയപ്പോൾ ഒരൊറ്റ സാധനം പോലും എടുത്തില്ല എന്നതാണ് മറ്റൊരു കാര്യം. ദിലീപ് വാങ്ങിത്തന്ന ഒരൊറ്റ സാധനവും തനിക്ക് ആവശ്യമില്ല. ദിലീപിന്റെ സ്വത്തുക്കളോ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ അങ്ങനെ ഒന്നും തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷെ എന്തുകൊണ്ട് മകൾ മീനാക്ഷി മഞ്ജുവിനൊപ്പം നിന്നില്ല? അമ്മയോടൊപ്പം പോലും നിൽക്കാതെ അച്ഛനോടൊപ്പം നിന്നതെന്തിനെന്ന് കോടതി പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മഞ്ജു അന്ന് പറഞ്ഞ മൊഴികൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ലോകത്ത് എന്തിനെക്കുറിച്ചും ഏത് കാര്യത്തിനെക്കുറിച്ചും അയാൾ ക്ഷമിച്ചെന്ന് വരും. മകൾക്ക് വേണ്ടി അയാൾ ഏതറ്റം വരെയും പോകും. ഒരുപക്ഷെ മഞ്ജു വാര്യർ മകൾ തനിക്കൊപ്പം തന്നെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ദിലീപിനെ അറിയാവുന്നവർക്ക് വളരെ വ്യക്തമായി അറിയാം മകളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഈ അച്ഛനെന്ന്. അതുകൊണ്ട് ഏതറ്റം വരെയും ദിലീപ് പോകും മകളെ ഒപ്പം നിർത്താൻ. ദിലീപിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് തന്നെ മകൾ മീനാക്ഷി തന്നെയാണ്. മഹാലക്ഷ്മി പോലും മീനാക്ഷി കഴിഞ്ഞിട്ടേ ഉള്ളൂ ദിലീപിന്. എന്തിന് കാവ്യമാധവനെ വിവാഹം കഴിക്കുന്ന ആ ഒരു സമയത്ത് പോലും മകൾ മീനാക്ഷിയോട് അനുവാദം ചോദിച്ചിരുന്നു. മീനാക്ഷിയുടെ അഭിപ്രായം എന്താണോ അതനുസരിച്ച് മാത്രമേ താൻ മുന്നോട്ട് പോകൂ എന്നായിരുന്നു ദിലീപിന്റെ ഒറ്റ വാശി. പക്ഷേ മീനാക്ഷി അവസാനം സമ്മതം മൂളുകയായിരുന്നു. ദിലീപ് കാവ്യ ബന്ധത്തിന് മീനാക്ഷിയുടെ സമ്മതമാണ് ഏറ്റവും വലിയ ഒരു കാരണമായത്. കാവ്യയെ മീനാക്ഷിക്ക് രണ്ടാനമ്മയായി കാണാൻ കഴിയില്ലെങ്കിലും നല്ലൊരു സുഹൃത്തായി കാണാൻ കഴിയുമെന്നായിരുന്നു അന്ന് വിവാഹം കഴിഞ്ഞതോടുകൂടി ദിലീപ് പ്രതികരിച്ചത്. എന്നാൽ കാവ്യ വിവാഹം കഴിക്കുന്നതിൽ തനിക്ക് യാതൊരു എതിർപ്പുമില്ലെന്ന് അന്ന് മാധ്യമങ്ങളോട് മീനാക്ഷി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മഞ്ജുവിനേക്കാൾ ഒരുപക്ഷെ മീനാക്ഷിക്ക് ഏറ്റവും ഇഷ്ടം ദിലീപ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോഴും മഞ്ജു വേർപിരിഞ്ഞ സമയത്തും അച്ഛനോടൊപ്പം നിൽക്കാൻ മീനാക്ഷി തീരുമാനമെടുത്തത്. അന്ന് ഈ ഒരു സംഭവത്തിന് മീനാക്ഷിക്കെതിരെ ഒരുപാട് പേർ വിമർശനവുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.